ഗാസയും അമേരിക്കയും യുദ്ധത്തില്, അതായത് ഈ ഇസ്രായേലും ഗാസയും തമ്മിലുള്ള യുദ്ധത്തിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട കാരണക്കാര് അമേരിക്കക്കാരാണ്. അപ്പം അങ്ങനെ നോക്കുകയാണെങ്കിൽ ഗാസയും അമേരിക്കയും ഇസ്രായേലും ഉൾപ്പെടുന്ന ഈ ഒരു യുദ്ധത്തിന് ഏറ്റവും പ്രധാനപ്പെട്ട കാരണക്കാര് ഇറാൻ ആണെന്നുള്ള ഒരു വാദവുമായിട്ട് ഇസ്രായേലും അമേരിക്കയും രംഗത്ത് വന്നിട്ടുണ്ടായിരുന്നു. ഒരു മുസ്ലിം രാജ്യമായതിന്റെ പേരിൽ ഇറാൻ ആയുധങ്ങൾ കടത്തുന്നെന്നും ഗാസയെ സംരക്ഷിക്കാൻ ശ്രമിക്കുന്നുവെന്നും, ഇല്ലെങ്കിൽ ഗാസയിൽ യുദ്ധമുണ്ടാകുന്നതിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട കാരണക്കാരൻ ഈ ഇറാൻ ആണെന്നുള്ള രീതിയിലുള്ള ഒരു സംസാരവുമായിട്ട് അമേരിക്ക രംഗത്ത് വന്നിട്ടുണ്ട്. ഡൊണാൾഡ് ട്രംപ്, കാരണം ഡൊണാൾഡ് ട്രംപ് ഇപ്പം ഏറ്റവും ഒടുവിലായിട്ട് പ്രഖ്യാപിച്ചിരിക്കുന്നതെന്ന് പറഞ്ഞാൽ ഹൂതികളും അമേരിക്കയും തമ്മിൽ ഇപ്പം നല്ല രീതിയിൽ ചെങ്കടലിൽ യുദ്ധം നടന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പം ഇനി ഹൂതികളുടെ ഭാഗത്തു നിന്നുണ്ടാകുന്ന ഏതൊരു ആക്രമണവും അത് ഇറാന്റെ പിന്തുണയോടെ, ഇറാന്റെ ഉത്തരവാദിത്തത്തിലായിരിക്കുമെന്നാണ് ഡൊണാൾഡ് ട്രംപ് ഇപ്പോൾ പറഞ്ഞിരിക്കുന്നത്. അപ്പം ഇറാൻ ഒരു മുന്നറിയിപ്പുമായിട്ടാണ് ഡൊണാൾഡ് ട്രംപ് വന്നിരിക്കുന്നത്. കാരണം ഇനിയും ഇറാൻ ഇതുപോലത്തെ ഹൂതികൾ വീണ്ടും ആക്രമണം നടത്തുകയാണെങ്കിൽ ഇറാനെതിരെ ശക്തമായിട്ടുള്ള നടപടി എടുക്കുമെന്നാണ് ഡൊണാൾഡ് ട്രംപ് ഇപ്പോൾ പ്രഖ്യാപിച്ചിരിക്കുന്നത്. ഏകദേശം 3 വർഷത്തിലധികമായി ഈ ഇസ്രായേലും ഗാസയും തമ്മിലുള്ള യുദ്ധം മൂലം ഇസ്രായേലിന്റെ പല കപ്പലുകളും യമൻ വഴി പോകുന്നത് തടസ്സപ്പെടുത്തിക്കൊണ്ട് യമൻ രംഗത്ത് വരികയും ഹൂതികളുടെ ആക്രമണം നടത്തുകയും ചെയ്തു. ഇസ്രായേലിന്റെ കപ്പലുകളെയാണ് അവർ പ്രധാനമായിട്ടും ലക്ഷ്യം വെച്ചിരുന്നത്. ആ കപ്പലുകളെ തകർക്കുകയും അതുപോലെ തന്നെ ഇസ്രായേലിനെ തകർക്കുകയും എന്നുള്ളതായിരുന്നു യമന്റെ ലക്ഷ്യം. മാത്രമല്ല, ഗാസ മുൻപിലുണ്ടാകുന്ന പ്രശ്നങ്ങൾക്ക് കാരണം ഇസ്രായേലിൽ നടന്നുള്ള ഒരു കാര്യം കൊണ്ട് തന്നെയാണ് ഹൂതികള് ഇസ്രായേലിന്റെ കപ്പലുകളെ തകർത്തുകൊണ്ടിരുന്നത്. കാരണം ഇസ്രായേലിന് അവരൊരു മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ടായിരുന്നു. കാരണം ഇസ്രായേൽ കൈക്കൊണ്ടിട്ടുള്ള നടപടി എന്ന് പറയുന്നത് ശരിക്കും ക്രൂരമായിട്ടുള്ള നടപടിയാണ്. അവിടത്തേക്ക് ഭക്ഷണമോ വെള്ളമോ എത്തിക്കുന്ന ട്രക്കുകളെല്ലാം അവർ തടഞ്ഞു വെച്ചിരിക്കുകയായിരുന്നു. അപ്പം ഇത് തടഞ്ഞു വെക്കാതെ ആ നടപടി പിൻവലിക്കാൻ വേണ്ടിയിട്ടായിരുന്നു ഹൂതികളെ മുന്നറിയിപ്പ് നൽകിയത്. അതിന് 4 ദിവസത്തോളം അവർ സമയം കൊടുത്തിട്ടുണ്ടായിരുന്നു. പക്ഷേ എന്നിട്ട് പോലും ഇസ്രായേൽ അവരുടെ നടപടി മുന്നോട്ട് കൊണ്ടുപോവുകയാണ് ചെയ്തത്. അതിൽ നിന്ന് പിന്മാറാൻ അവർ തയ്യാറായില്ല. അപ്പോൾ ആ ഒരു സാഹചര്യത്തിലാണ് വീണ്ടും ഹൂതികൾ ഇസ്രായേലിനെതിരെ ആക്രമണം നടത്തിയത്. അതെ, മാത്രമല്ല ഈ ഒരു ഗാസയ്ക്ക് സപ്പോർട്ടുമായിട്ട് വന്ന യമനും അതുപോലെ തന്നെ ഇറാനും ഇവരെല്ലാവരും ഒരു ഗ്രൂപ്പായിട്ട് നിൽക്കുകയും ഇവരെല്ലാം കൂടെ അമേരിക്കനെ തകർക്കാൻ വേണ്ടി ലക്ഷ്യമിടുകയും ചെയ്യുന്നുള്ള രീതിയിൽ ട്രംപും പല പരാമർശങ്ങളും നടത്തിയിട്ടുണ്ട്. ഇറാൻ ഒരു തീവ്രവാദ രാജ്യമാണെന്നടക്കമുള്ള രീതിയിൽ ട്രംപ് പ്രസ്താവിക്കുകയും ആ പ്രസ്താവന മൂലം പല പ്രശ്നങ്ങളും ഈ പല രാജ്യങ്ങളിലും ഉണ്ടായിട്ടുള്ളതായിട്ടുള്ള റിപ്പോർട്ടുകൾ പുറത്തു വന്നിരുന്നു. മാത്രമല്ല, ഹൂതികൾ ചെയ്തിട്ടുള്ള പല കാര്യങ്ങളും ഈ സമാധാനത്തിന് വേണ്ടി ഉള്ളതാണെന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം. ഇസ്രായേലിന്റെ തകർച്ച കാണുക എന്നതിലുപരി ഗാസയെ സംരക്ഷിക്കുന്നതിന് വേണ്ടി, അല്ലെങ്കിൽ ഗാസയുമായിട്ടുള്ള യുദ്ധം അവസാനിപ്പിക്കുന്നതിന് വേണ്ടിയുള്ള ഒരു പ്രിക്കോഷൻസ് മാത്രമാണ് യമനിലെ ഹൂതികൾ തയ്യാറാക്കിയത്. ഇസ്രായേലിനാണെങ്കിലും മുന്നറിയിപ്പ്, അവരിപ്പം ഒരു കരാറ് ഏർപ്പെടുകയാണെങ്കിൽ തന്നെ അത് കൂടുതലും ഗാസയിൽ സമാധാനം വേണം, അവരെ കൂടുതലും പുനരധിവസിപ്പിക്കണം, ആ ഒരു രീതിയിലാണ് ഹൂതികൾ മുന്നോട്ട് വെക്കുന്ന ഒരു നിർദ്ദേശം എന്ന് പറയുന്നത്. പക്ഷെ ഇസ്രായേൽ അത് കൈക്കൊള്ളാൻ തയ്യാറാകുന്നില്ല. മാത്രമല്ല, ഇസ്രായേലിന്റെ ഇത്തരത്തിലുള്ള നടപടികൾ വരുന്നത് തന്നെ മറ്റ് രാജ്യങ്ങൾക്ക് ഭീഷണിയാകുന്ന രീതിയിലുള്ളതാണ്. ഇപ്പൊ സൗദി അറേബ്യ ഉൾപ്പെടെയുള്ള ഈജിപ്ത്, സൗദി അറേബ്യ പോലുള്ള രാജ്യങ്ങൾ യുദ്ധം അവസാനിപ്പിക്കുന്നതിന് വേണ്ടിയും ഗാസയുടെ പുനരധിവാസത്തിന് വേണ്ടിയുള്ള സഹായങ്ങളുമായിട്ട് രംഗത്ത് വന്നപ്പോൾ തന്നെ വീണ്ടും അവിടെ ഒരു യുദ്ധം പൊട്ടിപ്പുറപ്പെട്ട അവസ്ഥ ഉണ്ടായിട്ടുണ്ട്. അപ്പോൾ വീണ്ടും ഇത്തരത്തിലുള്ള യുദ്ധം വന്നതിന്റെ കാരണം ഇസ്രായേൽ തന്നെയാണ്, അല്ലെങ്കിൽ അമേരിക്കയുടെ ചില തീരുമാനങ്ങൾ കൂടിയായിരുന്നു. അപ്പൊ യമനിലെ ഹൂതികൾക്ക് നേരെയും ആക്രമണം അഴിച്ചുവിടാൻ വേണ്ടി അമേരിക്ക തയ്യാറാവുകയാണെങ്കിൽ, ഇല്ല ഇറാനെ തകർക്കാൻ വേണ്ടി അമേരിക്ക തയ്യാറാവുകയാണെങ്കിൽ ഈ രാജ്യങ്ങൾ വീണ്ടും ഒരുമിച്ച് നിൽക്കുകയും അത് വീണ്ടും വലിയൊരു യുദ്ധത്തിലേക്ക് മാറുകയും ചെയ്യുമെന്നുള്ളത് തീർച്ചയാണ്. ട്രംപ് ഇത്രയൊക്കെ മുന്നറിയിപ്പ് നടത്തിയിട്ടും അതുപോലെ ഭീഷണികൾ ഉയർത്തിയിട്ട് പോലും ഇറാൻ ഒരു യുദ്ധത്തിലേക്ക് ഇതുവരെ വന്നിട്ടില്ല. പക്ഷേ ഇനി അവരെപ്പോഴാണ്, കാരണം അവർ തന്നെ പറഞ്ഞിട്ടുണ്ട് തിരിച്ചടിക്കുക, അവർക്കെതിരെ യുദ്ധം ഉണ്ടാക്കുകയാണെങ്കിൽ തിരിച്ചടിക്കാൻ അവരെന്താണേലും തയ്യാറായിട്ട് തന്നെയാണ് ഇരിക്കുന്നത്. മാത്രമല്ല, അമേരിക്കയേക്കാൾ ഒരു പരിധി വരെ കൂടുതലായി ആണവായുധങ്ങളും ആണവോർജങ്ങളും സൈന്യവും ഉള്ള ഒരു രാജ്യം തന്നെയാണ് ഇറാൻ. ഒരുപക്ഷെ നമ്മളത് അറിയാത്തത് കൊണ്ടായിരിക്കാം. കാരണം അമേരിക്കയാണ് ഇപ്പോഴും പ്രബല ശക്തി എന്ന് വിശ്വസിക്കുന്ന ഒരു സമൂഹം നമ്മുടെ ചുറ്റുമുണ്ട്. അപ്പം ഇറാന്റെ ശക്തി നമ്മൾ മനസ്സിലാക്കാത്തത് ഇപ്പോഴും ഇറാൻ സമാധാനത്തിന് വേണ്ടി നിലകൊള്ളുന്നു എന്നുള്ളത് കൊണ്ട് തന്നെയാണ്. പക്ഷെ യഥാർത്ഥത്തില് ഏറ്റവും കൂടുതൽ സൈന്യവും സന്നാഹങ്ങളും ഉള്ള ഒരു രാജ്യം തന്നെയാണ് ഇറാൻ. അവിടുത്തെ പരമോന്നത നേതാവായിട്ടുള്ള അയത്തുള്ള ഖമേനി അതിനെപ്പറ്റി ഒരു കാര്യങ്ങൾ അറിയിച്ചിട്ടുണ്ട്. ഇപ്പോഴും പുറം രാജ്യങ്ങൾ ഒന്നും അറിയാത്ത പല കാര്യങ്ങളും ഇറാനിൽ നടക്കുന്നുണ്ട്. ഇറാനിലെ നിയമങ്ങളാണെങ്കിലും അല്ലെങ്കിൽ അവിടുത്തെ സമ്പദ് വ്യവസ്ഥയാണെങ്കിലും ആയുധ നിർമ്മാണങ്ങളാണെങ്കിലും വളരെയധികം ശക്തി പ്രാപിച്ചിരിക്കുന്ന ഒരു കാര്യം തന്നെയാണ്. പക്ഷെ അതിനെ തടയിടുന്നതിന് വേണ്ടിയാണ് മറ്റു രാജ്യങ്ങൾ ആണവായുധങ്ങൾ നിർമ്മിക്കരുതെന്നുള്ള രീതിയിൽ ട്രംപ് ഒരു പ്രഖ്യാപനം നടത്തിയിരുന്നു. അതിനൊന്നും തന്നെ അവിടുത്തെ നേതാക്കന്മാര് പ്രതികരിച്ചിട്ടില്ല. എപ്പോഴും അമേരിക്ക എന്ത് പറയുന്നു അതിനുവേണ്ടിയുള്ള സമാധാനപരമായ കാര്യങ്ങൾ മുന്നോട്ട് കൊണ്ടുപോകുന്ന ഒരു രാജ്യം കൂടിയായിരുന്നു ഇറാൻ.
പക്ഷെ വേറൊരു കാര്യം എന്ന് പറയുന്നത് നമ്മൾ കഴിഞ്ഞിടയ്ക്ക് നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഈ ഒരു ഇറാനുമായിട്ടൊരു സൗഹൃദത്തിന് ട്രംപ് ശ്രമിക്കുന്നുണ്ടെന്ന്. അപ്പോൾ ഖമേനിക്കാണെങ്കിലും കത്ത് അയച്ചിട്ടുണ്ടെന്നൊക്കെ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ആ ഒരു ട്രംപ് തന്നെയാണ് ഇപ്പം ഇറാനെതിരെ ഭീഷണി ഉയർത്തുന്നത്. അപ്പോൾ ട്രംപിന്റെ ഈ രണ്ട് നയങ്ങൾ എന്താണെന്നുള്ളത് വ്യക്തമാകുന്നില്ല. യഥാർത്ഥത്തിൽ ഇദ്ദേഹം സമാധാനത്തിന് വേണ്ടിയാണോ അതോ യുദ്ധങ്ങൾക്ക് വേണ്ടിയാണോ ഈ പരിശ്രമിക്കുന്നത്? യുദ്ധത്തിന് വേണ്ടിയാണെങ്കിൽ ഒരിക്കലും ഇത്തരത്തിലുള്ള ഇപ്പം ഹൂതികൾക്കെതിരാണെങ്കിലും ആക്രമണം നടത്തും, അത് അവിടെ ഒരുപാട് പേര് കൊല്ലപ്പെടുന്നുണ്ട്. അപ്പം സമാധാനത്തിലൂടെ പോകുക ആദ്യം ഈ ട്രംപ് ചെയ്യേണ്ടത് നെതന്യാഹുവിന്റെ ഈ ഇസ്രായേൽ നടത്തുന്ന ആക്രമണങ്ങൾ ഇല്ലാതാക്കുക, ആ ഒരു അക്രമം യുദ്ധം ഇനിയും ഒന്ന് വെറുതെ വിടാനുള്ള ഒരു ഇതാണ് നടപടി സ്വീകരിക്കേണ്ടത് അത്യാവശ്യമാണ്. കാരണം യുദ്ധങ്ങൾ അവസാനിപ്പിക്കുന്നതിന് വേണ്ടി ഏറ്റവും കൂടുതൽ പരിശ്രമിക്കേണ്ട ആള് എന്നുള്ളത് തീർച്ചയായിട്ടും അമേരിക്ക തന്നെയാണ്. ഇപ്പോഴും പ്രബല ശക്തിയായി തന്നെ അമേരിക്ക നിലകൊള്ളുന്നുണ്ട്. അപ്പം ആ ഒരു കാര്യത്തിൽ അമേരിക്ക ഒരു നല്ല തീരുമാനം എടുക്കുമെന്ന് തന്നെ നമുക്ക് പ്രതീക്ഷിക്കാം.